ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഹണ്ടിയാണ്. എൻ്റെ കയ്യിൽ ഹണ്ടി ഉണ്ടാക്കുന്ന പാത്രമൊന്നുമില്ല കേട്ടോ. ഞാനൊരു നോൺ സ്റ്റിക്ക് വോക്കിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാനതിൽ വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഹോട്ടലിൽ നിന്ന് പിന്നെ ഒരിക്കലും വാങ്ങില്ല. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ ഹണ്ടി ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ്റെ ബ്രസ്റ്റ് 2 എണ്ണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പറയുന്നു. എനിക്ക് 1/2 കിലോ ചിക്കൻ വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ പറയണേ. ഇതിൽ 1/2 കിലോ ഉണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ എടുക്കാം കേട്ടോ. കഷ്ണങ്ങളുടെ വലിപ്പവും ഞാൻ പറയുന്നില്ല. ഞാൻ ഇവിടെ ഉള്ളത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതിലേക്ക് 2 മീഡിയം സൈസിൽ സവാളയും 1 തക്കാളിയും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. സവാള നമുക്കിതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. തക്കാളി ചോപ്പ് ചെയ്യണം, ഫൈനലി ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ്, ആവശ്യത്തിന് നെയ്യ്. ഞാൻ നെയ്യിലാണ് ചെയ്യുന്നത്, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിൽ ചെയ്യാം, അല്ലെ ബട്ടറിലും ചെയ്യാം. ഇത് കസൂരി മേത്തി, ഞാൻ പറയാറില്ലേ, ഉലുവയുടെ ഇലയാണ് ഉണക്കി പൊടിച്ചത്. ഇത് 1 ടേബിൾ സ്പൂൺ. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ മതി. ഗരം മസാല എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുത്തേക്കണത് 7 സ്പൈസസിൻ്റെ പൗഡറാണ്. കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ജീരകം, അങ്ങനത്തെ കുറേ സാധനങ്ങളുടെ ആയിട്ട് എനിക്ക് കാരിഫോറിൽ കിട്ടിയതാണ്. ഇതിന് പ്രത്യേക ഒരു മണമുള്ളതുകൊണ്ട് ഇത് എടുക്കുകയാണ്. ഇതില്ലാത്തവർക്ക് ഗരം മസാല ഇട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ മല്ലിപ്പൊടിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലി പൊടിച്ചത് എടുക്കാം കേട്ടോ. മല്ലിയുടെ ഇത് കോഴ്സ് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇവിടെ അതിൻ്റെ ഇത് കടിച്ചാൽ മോള് കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ അതെടുക്കാതെ ഇങ്ങനെ എടുക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് കുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. സോറി കേട്ടോ, ഞാൻ 2 ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ വിട്ടുപോയി, അത് എടുത്തുകൊണ്ട് വന്നാണ്. ഇതിൽ കുറച്ച് കുക്കിംഗ് ക്രീമുണ്ട്. അതുപോലെ തന്നെ ഇത് തൈരാണ്. 1/2 കപ്പ് തൈരും 1/2 കപ്പ് കുക്കിംഗ് ക്രീമുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടെ ചിക്കൻ ഹണ്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. എൻ്റെ കയ്യിൽ ഹണ്ടി വെസലില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കടായിലാണ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്ക് കടായി എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഈ സവാള നല്ലപോലെ വഴറ്റണം. വഴറ്റിയാൽ പോരാ, ഇത് ശരിക്കും ഫ്രൈ ചെയ്തെടുക്കണം, ബ്രൗൺ കളറാക്കി എടുക്കണം. നമ്മുടെ ഉള്ളി ഏകദേശം ബ്രൗൺ ആവാറായിട്ടുണ്ട്. ബ്രൗൺ ആവാറാവുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം അങ്ങനെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇത് ശരിക്കും ബ്രൗൺ ആക്കി എടുത്തേ പറ്റൂ, കാരണം എന്നാലേ ആ ചിക്കൻ ഹണ്ടിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം. കരിയൊന്നുമില്ല. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പം അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് എണ്ണയോ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ഇടുന്ന പോലെ ചെയ്യേണ്ടി വരും. ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത്. ഫൈനൽ സ്റ്റേജ് കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നിങ്ങൾക്ക് ഇടയ്ക്കൊരു ഡൗട്ട് വരണ്ടെന്ന് വെച്ചാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ ഒണിയൻ ഇത്രയും ബ്രൗൺ ആയാൽ മതി, ഇല്ലെങ്കിൽ ഇനി കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്കിത് കോരി വയ്ക്കാം. നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചിലർ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞിടും, അതും ഇവിടെ കടിച്ചു കഴിഞ്ഞാൽ കഴിക്കില്ല. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ പച്ചമണം പോട്ടെ. നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഹൈ ആക്കി ഇട്ടിട്ട് തുറന്ന് വെച്ച് 2 മിനിറ്റ്
വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ നെയ്യോ എണ്ണയൊക്കെ ചേർക്കാം, ഞാനിവിടെ ചേർക്കുന്നില്ല. തക്കാളിയുടെ ആ ഒരു പച്ചമണം പോകുന്ന വരെ, അല്ലെങ്കിൽ തക്കാളി ഒന്ന് ഹാഫ് കുക്ക് ആവുന്ന വരെ മാത്രം ഇങ്ങനെ വഴറ്റി കൊടുത്താൽ മതി. 2 മിനിറ്റ് മതിയാവും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ജീരകം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് മല്ലിപ്പൊടിക്ക് പകരം മല്ലി ക്രഷ് ചെയ്താണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടി ആയതുകൊണ്ട് എല്ലാ പൊടികളും കൂടെ ഒന്നിച്ചേ ഇടുന്നുള്ളൂ. സാധാരണ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പം മോളത് കഴിച്ചില്ല. ഇതിൻ്റെ അകത്ത് ആ മല്ലി ക്രഷ് ചെയ്തതിൻ്റെ ഇത് വായിൽ ഒരുപാട് നേരം വന്ന് തടയണു, കഴിക്കാൻ പിടിക്കുന്നില്ലെന്ന് പറഞ്ഞ് കഴിച്ചില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാത്തത്. ഇനി നമ്മുടെ ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് എടുത്തു വച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം കുറച്ചിടണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യോ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യിലാണ് ചെയ്താലേ ടേസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എണ്ണ ഒഴിക്കാത്തത്. പിന്നെ രണ്ടാമത്തെ കേസ് ഒരുപാട് കഴിക്കേണ്ടെന്ന് ഓർത്ത് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഓയിൽ കണ്ടൻറ്റൊക്കെ യൂസ് ചെയ്യാറ്. ഇനി നമുക്ക് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഞാനിങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം കേട്ടോ. ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ആവരുത്, ഒരു 1/4 ഗ്ലാസ്. നമ്മുടെ ചിക്കൻ ഒന്ന് ഒരു പകുതി മുക്കാലും കുക്കാവണ വരെ ഒന്ന് വഴറ്റി തന്നെ കൊടുക്കണം. നമ്മുടെ ചിക്കൻ വഴറ്റി തന്നെ ഒരു ഹാഫിൽ കൂടുതൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 4 മിനിറ്റോ 3 മിനിറ്റോ മറ്റോ എടുത്തിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ടൈം നോക്കിയിട്ടില്ല. എന്താണെങ്കിലും ഒരുവിധം നന്നായിട്ട് കുക്കായിട്ട് ഇതുപോലെ കളറൊക്കെ മാറി ചിക്കൻ ഇതായിട്ടുള്ള സമയത്ത് നമുക്ക് നമ്മുടെ കസൂരി മെത്തി പാതി ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ഇല എന്ന് പറഞ്ഞില്ലേ, അത് പാതി ചേർത്ത് കൊടുക്കുക. മുഴുവൻ ഇടരുത്, കുറച്ച് എടുത്ത് വയ്ക്കണം, ലാസ്റ്റ് ഇടാനാണ്. ഇനി കസൂരി മേത്തി ഇല്ലാത്തവർക്ക് മല്ലിയിലയിലും ചെയ്യാം. ഈ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ഇതിലാണ് വരുന്നത്. ഇനി നമുക്ക് തീ ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. 5 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്ന് നല്ല ടേസ്റ്റി ആയിട്ട് കറി വെന്തിട്ടുണ്ട്. ചിക്കനും ആവശ്യത്തിന് വെന്തു. ഇപ്പോൾ കറക്റ്റ് ആ കറിയുടെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തി. ചിക്കൻ ഹണ്ടി ആവണമെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ തൈരില്ലേ, യോഗട്ട് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മുടെ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ചിലർ ക്രീം ഗാർണിഷ് ചെയ്യാൻ വെക്കാറുണ്ട്, ഞാൻ വെക്കുന്നില്ല. ക്രീം ചേർത്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കറി ഒന്നുകൂടെ ടൈറ്റ് ആവും. ഇനി ഈ കറിയിലേക്ക് നമ്മുടെ സ്പൈസ് പൗഡർ, ഞാൻ എൻ്റെ സ്പൈസ് പൗഡറാണ് ചേർക്കുന്നത്, നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം. അതും
ഡ്രൈഡ് ഫെനുഗ്രിക്സ് ലീവ്സ്, അതായത് നമ്മുടെ മെത്തി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ ഹണ്ടി തയ്യാറായിട്ടുണ്ട്. ചൂടോടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടോ ആവശ്യമുള്ളപ്പോൾ എടുത്ത് സെർവ് ചെയ്യാം. ട്രൈ ചെയ്യൂ, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. താങ്ക്